സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്, ഏറെ വേദനയുള്ളൊരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുമായി ഇന്ന് പുലർച്ചെ പങ്കുവച്ചിരിക്കുന്നത്. 5 മിടുക്കരായ വിദ്യാർത്ഥികളെ നഷ്ടമായതിൻ്റെ വേദനയിലാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലുള്ളവർ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇന്ന് ഉച്ചയോടുകൂടി പൊതുദർശനത്തിന് വയ്ക്കും. ശരത് SS വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്ത്, ഒരുപക്ഷെ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇങ്ങനൊരു അപകടമുണ്ടായത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു നടുക്കത്തിലായിരിക്കും വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളും ഒപ്പം സുഹൃത്തുക്കളും. അവരുടെയൊക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്, 1ാം വർഷ വിദ്യാർത്ഥികളാണ്, പഠിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ, പലരെയും പരിചയപ്പെട്ട് വരുന്നതേ ഉണ്ടാവുള്ളൂ. അതിനിടയിലാണ് ഈ ദുരന്ത വാർത്ത അവരെ തേടിയെത്തിയത്. എന്താണ് ഹോസ്റ്റലിലുള്ളവരൊക്കെ പറയുന്നത് ശരത്? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഈ മോർച്ചറിക്ക് മുൻപിലാണ്. മോർച്ചറി ഇന്നിപ്പോൾ അല്പസമയത്തിനകം 9 മണിയോടുകൂടി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം 5 വിദ്യാർത്ഥികളാണ് ഈ സംഭവത്തിൽ മരണപ്പെട്ടത്. ഇവരുടെ മൃതദേഹമൊക്കെ ഏറ്റുവാങ്ങാനായി ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. 9 മണിയോടുകൂടിയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരിക്കും അത് പൂർത്തീകരിക്കുക. ശേഷം മൃതദേഹം ബന്ധുക്കൾക്കൊക്കെ തന്നെ വിട്ടു നൽകും. ലക്ഷദ്വീപ് സ്വദേശി ഇബ്രാഹിമിന്റെ ബന്ധു ഇപ്പം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എപ്പോഴായിരുന്നു സംഭവം ന്യൂസ് വന്നപ്പോഴാണ് നമുക്കറിയുന്നത്. ഇങ്ങനെ ലക്ഷദ്വീപിലെ ആദ്യം പറഞ്ഞ് ലക്ഷദ്വീപിലെ ഒരു കുട്ടിയും ഉണ്ട് ഇങ്ങനെ അപകടത്തിൽ മരണപ്പെട്ടത്. അപ്പോൾ പിന്നെയാണ് ഇന്ന ദ്വീപാണെന്നും ഇന്ന ആളെന്നൊക്കെ അറിയുന്നത്. നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. കേരളത്തിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ എത്ര മാസമായി? ഇവിടെ ജോയിൻ ചെയ്തിട്ട് 1.5 മാസം ആവുന്നേ ഉള്ളൂ ഏകദേശം. ഈ പഠനമൊക്കെ എങ്ങനെയാണ്? വീട്ടുകാർ നല്ല സാമ്പത്തികം ഉള്ളതാണോ? ഉമ്മ ഗവൺമെന്റ് ജോലിയാണ്, ഉപ്പ ജോലിയില്ല, അവിടെ തന്നെയാണ്. ഇവരിപ്പോ ഉമ്മ ജോലി ചെയ്യുന്നത് കവരത്തി ദ്വീപിലാണ്, ഇബ്രാഹിമിന്റെ ഉമ്മ. സംസ്കാരമൊക്കെ എങ്ങനെയാ അറിയിച്ചത്? സംസ്കാരത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? അത് നമ്മള് എറണാകുളം മാർക്കറ്റ് പള്ളി ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇല്ല, ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നു. ഉമ്മയും ഉപ്പയും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അവരൊരു 10 മണി 10 ആകുമ്പോൾ അവിടെ നിന്ന് കയറും ഫ്ലൈറ്റിൽ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മളങ്ങോട്ട് എറണാകുളം കൊണ്ടുപോകും. ഇബ്രാഹിമിന്റെ നാട്ടുകാരാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇബ്രാഹിമിന്റെ ബന്ധുക്കളും ഉമ്മയും ഉപ്പയും അല്പസമയത്ത് നിലവിൽ മൃതദേഹം ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നില്ല. രണ്ടാമത്തെ മകനാണ്. അല്പസമയം മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു. 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്ത ആളാണ് ഇബ്രാഹിം, ഇളയതിൽ 3 വയസ്സാണ് ഇളയാൾക്കുള്ളത്. ആ രീതിയിൽ 2 മക്കളാണ് ഈ കുടുംബത്തിലുള്ളത്. ദ്വീപിൽ നിന്നുള്ള MBBS വിദ്യാർത്ഥി എന്ന നിലയിൽ ദ്വീപിനെ ഇത്തരത്തിൽ ആരോഗ്യ നിലയിലൊക്കെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച വിദ്യാർത്ഥിയാണ്. നല്ല മാർക്കോട് 98% കൂടിയായിരുന്നു ഇത്തരത്തിൽ പഠനം പൂർത്തിയാക്കിയത്. ആ രീതിയിൽ ഉയർന്ന മാർക്ക് ഉൾപ്പെടെയുള്ള ലഭിച്ച വിദ്യാർത്ഥിയാണ്. നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ ഒരു അവധി ദിവസം ഞായറാഴ്ചയാണ് ഇവർ ഈ വാഹനം റെന്റ് കാർ എടുക്കുന്നത്. തുടർന്ന് അവധി ദിവസം ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ഈ കറക്കമുണ്ടായിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച ഈ അവധി ദിവസയുടെ ഒരു സിനിമ കണ്ട് ഈ ആഘോഷം നടത്താമെന്നുൾപ്പെടെയുള്ള ആലോചിച്ചു. അതിന്റെ ഭാഗമായി ഇപ്പോൾ മറ്റു ദേവാനന്ദന്റെ കൂടി ബന്ധു ഈ 2 ദിവസം, അതായത് ആ ദിവസം മാത്രമല്ല ഇവർ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ഉൾപ്പെടെ ഇവർ വാഹനമെടുത്ത് പല സ്ഥലങ്ങളിലൊക്കെ തന്നെ കറങ്ങിയിരുന്നു. ഈ വന്നിട്ട് 1.5 മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ആലപ്പുഴ എന്നുള്ള ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കാനും കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാനും ഒക്കെ തന്നെയായി ഇവർ ഇങ്ങനെ യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാഹനം ഇവരുടെ ഉടമസ്ഥതയിലുള്ളതല്ല. ഇത്തരത്തിൽ റെന്റ് കാർ, അതായത് വാടകയ്ക്ക് എടുത്ത വാഹനമാണ്. ഈ വാഹനം അടുത്ത ദിവസം നൽകാമെന്ന ധാരണയിലാണ് ഇന്നലെ അവസാനമായി സിനിമയ്ക്ക് കൂടി പോയ ശേഷം ഈ വാഹനം കൈമാറാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു അവധി ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണെങ്കിൽ പോലും ഞായറാഴ്ചത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ തിങ്കളാഴ്ചയും ഇവർ സിനിമയ്ക്ക് പോയി ആ ഒരു സ്ഥലവും സുഹൃത്തുക്കളും ഒക്കെ തന്നെ കൂടുതൽ അടുത്തറിയാമെന്ന ധാരണയിലാണ് ഇവർ ഇത്തരത്തിൽ സിനിമയ്ക്ക് പോകുന്നതും. പക്ഷേ ഉണ്ടായത് ഏറെ ദാരുണമായ സങ്കടകരമായ കാര്യമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യമാണ്. നമുക്കിപ്പം മലപ്പുറത്തു നിന്നുള്ള ദേവാനന്ദന്റെ ബന്ധുക്കൾ കൂടി മറ്റക്കരന്ന് വരുക. ദേവാനന്ദന്റെ കസിൻ ബ്രദറാ. ഞങ്ങള് 12 മണിയോളം അറിഞ്ഞത് ദേവാനന്ദ കൺഫേം ചെയ്ത് ദേവാനന്ദാണ്. ഇപ്പോൾ ഞങ്ങൾ അവരുടെ പേരൻസ് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പ് അവരെത്തി. ഇപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം 12 മണിക്ക് പൊതുദർശനം കഴിഞ്ഞ് വിട്ടുതരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ദേവാനന്ദ് നേരത്തെ എവിടെയായിരുന്നു പഠനമൊക്കെ? ദേവാനന്ദ് ബ്രില്യന്റിലാണ് പഠിച്ചത്. കാഞ്ഞിരപ്പള്ളിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെ കിട്ടി. കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ കിട്ടി. അതിനുശേഷം ഇവിടെ കളമശ്ശേരി കിട്ടി. അത് കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങോട്ട് കിട്ടി. ആലപ്പുഴ. ഒറ്റ മകനാണോ? അല്ല, രണ്ടാമത്തെ മകനാണ്. ഫസ്റ്റ് ബ്രദർ 3rd ഇയർ BBS പഠിക്കുന്നു, ജിംപറിൽ പഠിക്കുന്നു. ഇവൻ സെക്കൻഡാണ്.
പേരൻസ് ഒക്കെ എന്താ ചെയ്യുന്നത്? ഒരാള് മലപ്പുറം സ്കൂളിലെ പ്രിൻസിപ്പളാണ്, അമ്മ സെയിൽ ടാക്സിൽ വർക്ക് ചെയ്യുന്നു. തന്നെ ബോഡി കൈമാറി കൊണ്ടുപോകാനാണത്? ഇന്ന് തന്നെ കൊണ്ടുപോകാനാണ് കാര്യത്തിലുള്ള അറേഞ്ച്മെന്റ്? അതെ, നാളത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാളെ എത്ര മണിക്കായിരിക്കും? കൺഫേം ചെയ്തിട്ടില്ല. ബന്ധുക്കളൊക്കെ ഈ മോർച്ചറിക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട്, മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഈ സംസ്കാര പരിപാടികളൊക്കെ തന്നെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയായിരിക്കണം സംസ്കാരം എന്നുള്ളത്. നിലവിൽ എന്തായാലും 12 മണിയോടുകൂടിയായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക. 5 വിദ്യാർത്ഥികളാണുള്ളത്. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ MBBS വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. ഈ മെഡിക്കൽ കോളേജിൽ അവരുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും ഈ ഒരു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, ആളുകളൊക്കെ തന്നെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ ഒരു സങ്കടകരമായ സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. സുഹൃത്തുക്കളും ഇവരുടെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അതിലൊരു വിദ്യാർത്ഥിയെ മറ്റോ ഈ യാത്രയുടെ ഭാഗമൊന്നും ആയിരുന്നില്ല, അവിടെ വെറുതെ നിന്ന സമയത്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ച് കയറ്റിയതാണെന്ന് കൂടി അറിയുന്നുണ്ട് ശരത്. അത്തരം, അതായത് ഈ പരിക്കേറ്റവരിൽ എല്ലാവരും ഇത്തരത്തിൽ ഇവിടെ യാത്രയുടെ ഭാഗമായി ഉണ്ടായിരുന്നവരല്ല. ഇവർ 2 വാഹനങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥികൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. ടവേരയിൽ 11 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഒപ്പം പുറകെ ഒരു 2 വീലറിലായി, അതായത് 2 പേരും ഇരുചക്ര വാഹനത്തിൽ പുറകെ ഇവരെ പിന്തുടർന്നു. പക്ഷേ ഈ വാഹനത്തിലുണ്ടായിരുന്ന ടവേരയിലുണ്ടായിരുന്ന ആളുകൾക്കാണ് പരിക്ക് പറ്റിയത്. പുറകെ വന്ന ഇരുചക്ര വാഹനത്തിൽ വന്നിരുന്ന വിദ്യാർത്ഥികൾക്ക് അത്ര പരിക്കുകളുണ്ടായിരുന്നു, അവർ രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ, അതായത് വാഹനം ഓടിച്ചാളല്ല, ആ ദൃശ്യങ്ങൾ തന്നെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചതാണ്. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത്. അതായത് വാഹനം ഈ ബസ്സിന് മുമ്പിലേക്ക് സ്കിഡ് ചെയ്ത് ചെന്ന് കയറുകയായിരുന്നു. നമുക്കൊരു ദൃക്സാക്ഷി